പ്രൈസ് ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഒരു പുതിയ ദിനം കൂടി ദൈവം തന്നല്ലോ. നന്ദിയോട് സ്തുതിക്കാം. അപ്പച്ചൻ ഓരോ ദിനവും നമ്മെ കാത്തു പരിപാലിക്കുന്ന ആ നല്ല ദിനങ്ങൾക്കായി, നമുക്ക് തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, എല്ലാത്തിനും നമുക്ക് നന്ദി, സ്തുതി, സ്തോത്രവും കരയറ്റാം. പ്രീതി മക്കളെ, ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം വായിപ്പാൻ കഴിയുന്നുണ്ട്: യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നമ്മുടെ പ്രാർത്ഥന എപ്രകാരമായിരിക്കണം? അത് ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്കാണ് ഹല്ലേലൂയ മറുപടി ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ, യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നു: അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. നോക്കൂ, യേശുപ്പനോടുള്ള ആ ഉത്തമ വിശ്വാസമാണ് നാം ഓരോ കാര്യങ്ങളും അപ്പനോട് പ്രാർത്ഥിക്കുന്നതും അത് ചോദിക്കുന്നതും ആവശ്യങ്ങൾ പറയുന്നതും എല്ലാം. ഹല്ലേലൂയ. നമ്മൾക്കും അപ്പനുമായിട്ടുള്ള ആ ബന്ധം, ഹല്ലേലൂയ, അപ്പനോടുള്ള ആ സ്നേഹം, എൻ്റെ കർത്താവ് എനിക്കെല്ലാം നൽകി തരുമെന്നുള്ള ഉത്തമ വിശ്വാസമുള്ള വ്യക്തിക്കാണ് ഹല്ലേലൂയ ഏത് കാര്യവും കർത്താവിനോട് അപേക്ഷിക്കുവാൻ ഒരു മടിയും കൂടാതെ ഹല്ലേലൂയ ചോദിക്കുവാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ യാചിക്കുവാൻ, കർത്താവിന്റെ സന്നിധി ഒന്ന് മുട്ടുവാൻ, അപ്പന്റെ സന്നിധി ഒന്ന് ചെന്ന് അന്വേഷിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തു തരുന്ന കർത്താവ് ഇന്നും ഹല്ലേലൂയ നമുക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തി തരുവാൻ തയ്യാറോട് ഇരിക്കുക. ഇന്നൊന്ന് ചെല്ലുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളൊന്ന് അപ്പന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. എങ്കിൽ അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ. ഹല്ലേലൂയ. നോക്കൂ, ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള വാക്യത്തിൽ നോക്കുമ്പോൾ ഹല്ലേലൂയ യേശുപ്പച്ചൻ എരികോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ ഹല്ലേലൂയ പുരുഷാരം കടന്നു പോകുന്നത് കേട്ടിട്ട് ഇതെന്താ എന്ന് അവരോട് ചോദിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ കേട്ട ഉടനെ നസ്രയനായ യേശു കടന്നു പോകുന്നെന്ന് അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചു. പ്രിയ മക്കളെ, നോക്കൂ, ഹല്ലേലൂയ, യാചിക്കുന്നവനാ കിട്ടുന്നത്. അവൻ നിലവിളിക്കുക. ഹല്ലേലൂയ. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണ്ടമേ. നോക്കൂ, മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. പ്രിയ മക്കളെ, നിലവിളിക്ക് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. പലരും പറയും, നീ മിണ്ടാതിരി, നീ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാ, നിനക്ക് ഇതുവരെ മറുപടി കിട്ടിയില്ലല്ലോ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, അപ്പനോട് നമ്മൾ എത്രമാത്രം അപേക്ഷിക്കുന്നോ, നിലവിളിക്കുന്നോ, അത്രമാത്രം മറുപടി തരുവാൻ അപ്പൻ ഒരുക്കത്തോടെ ഇരിക്കുക. ഇന്ന് യാചിക്കുവാൻ, ഒന്ന് ഹല്ലേലൂയ മുട്ടുവാൻ, ഒന്ന് നിലവിളിക്കുവാൻ തയ്യാറായാൽ മതി. ഹല്ലേലൂയ. ഇവനോട് പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ ഇവൻ എന്താ ഏറ്റവും ഉറക്കം നിലവിളിക്കുക ചെയ്യുക. ഹല്ലേലൂയ. അവന് സൗഖ്യം വേണം, അവന് വിടുതൽ വേണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ആവശ്യക്കാരനായി ഈ മുട്ടിക്കൊണ്ടിരിക്കുന്നത്, ആവശ്യക്കാരനെ അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതുള്ളവരൊന്നും മുട്ടുവാനോ അന്വേഷിക്കുവാനോ ഒന്നും പോകത്തില്ല. ഹല്ലേലൂയ. യേശുപ്പച്ചൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വരുവീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. ഇന്നും അപ്പൻ തയ്യാറോടിരിക്കുവോ? പ്രീതി മക്കളെ, നിങ്ങൾ കർത്താവിന്റെ അടുക്കലേക്ക് ഒന്ന് വരാൻ ഹല്ലേലൂയ തയ്യാറാണോ? ഇവിടെ നോക്കൂ, ഹല്ലേലൂയ, ആ കുരുടനായ ഹല്ലേലൂയ ആ മനുഷ്യൻ നിലവിളിക്കുന്നു. അന്നേരം എന്താ 40-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, യേശു നിന്നു അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്ക വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. അവൻ അവന്റെ ആവശ്യം അപ്പനോട് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ അപ്പനൊന്നും അറിയാതിരിക്കുന്നതല്ല, പക്ഷെ നമ്മളിൽ നിന്ന് കേൾക്കണം നമ്മുടെ ആവശ്യം എന്താ. ഹല്ലേലൂയ. ആ നിലവിളിക്ക് എന്താണ്? ഹല്ലേലൂയ. പ്രിയ മക്കളെ, അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച ലഭിക്കണം, ഞാൻ അതിനാ നിലവിളിച്ചത്, അതിനാ ഞാൻ യേശുപ്പനെ വിളിച്ചത്. പ്രിയ മക്കളെ, നമ്മുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അപ്പൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയ.
യേശു അവനോട് പറയാ, കാഴ്ച പ്രാപിക്ക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അപ്പൻ ചോദിച്ചു, ഹല്ലേലൂയ, ഉടൻ തന്നെ ഹല്ലേലൂയ അവന്റെ വിഷയത്തിന് മറുപടി കൊടുക്കുക ചെയ്തത്. ഹല്ലേലൂയ, ക്ഷണത്തിൽ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്നും ഈ വചനം കേൾക്കുന്ന ജീവിതങ്ങളിൽ ആരെങ്കിലും ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ അപ്പന്റെ സന്നിധിയിലേക്ക് ഒന്ന് ചെല്ല്, നിങ്ങളുടെ വിഷയം ഒന്ന് ഏൽപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താപ്പച്ചൻ ക്ഷണത്തിലാ മറുപടി തരുന്ന. ഹല്ലേലൂയ. ക്ഷണത്തിലല്ലോ വിടുതൽ നടക്കുന്നത്. ഹല്ലേലൂയ. ദൈവ സന്നിധിയിൽ ഹല്ലേലൂയ ചെന്ന് അപ്പനോട് പറഞ്ഞാൽ മതി. പ്രിയ മക്കളെ, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിലല്ല പോകേണ്ടത്, കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളൊന്ന് ചെന്നാ മതി. ക്ഷണത്തിൽ മറുപടിയാ. ഹല്ലേലൂയ. നോക്കൂ, ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശുപ്പനിൽ നിന്ന് പ്രാപിച്ച വിടുതൽ കൊണ്ട് അവൻ ഹല്ലേലൂയ അവന്റെ ഭവനത്തിൽ കുത്തിയിരിക്കുകയല്ല ചെയ്തത്. അവൻ ഹല്ലേലൂയ യേശുവിനെ മഹത്വീകരിപ്പാൻ, എന്റെ ദൈവം എനിക്ക് വിടുതൽ തന്നു, എനിക്ക് കാഴ്ച തന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അപ്പന്റെ പുറകെ പോകുവാൻ ഇടയായി തീർന്നു. ഇന്നും സൗഖ്യം കിട്ടിയിട്ട് ഹല്ലേലൂയ നിങ്ങൾ അടങ്ങിയിരിക്കുവാനല്ല, കർത്താവിന്റെ സാക്ഷികളായി തീരണം, അപ്പനെ മഹത്വീകരിക്കണം. എന്റെ കർത്താവ് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ വായിച്ചതുപോലെ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ഹല്ലേലൂയ. യേശു അതുവഴി പോകുന്നുവെന്ന് കേട്ടപ്പോൾ അവൻ നിലവിളിക്കുവാൻ തയ്യാറായപ്പോൾ അവന്റെ വിഷയത്തിന് മറുപടിയായെങ്കിൽ ഇന്ന് നിങ്ങളുടെ വിഷയത്തിനും മറുപടിയുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒന്ന് ഹല്ലേലൂയ നിങ്ങൾ മുഴങ്കാൽ മടക്കുവാൻ തയ്യാറാണോ എങ്കിൽ ദൈവിക വിടുതൽ നിങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ സ്വന്തം സ്വരൂപത്തിൽ നമ്മെ നിർമ്മിച്ച അപ്പൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു തരും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ദൈവം മറുപടി കൊടുക്കും. ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാൻ പ്രിയ മക്കളെ. ഹല്ലേലൂയ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിക്കാം. യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളിലെ ഏതെല്ലാം ആവശ്യഭാരത്തോടെ അപ്പന്റെ സന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ മുഴങ്കാൽ മടക്കുന്നു, അപ്പനോട് യാചിക്കുന്നു, അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതാകിയാൽ നന്ദിയോട് സ്തോത്രം. സ്തോത്രം. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. ഓരോ മക്കളുടെ വിശ്വാസവും വർദ്ധിപ്പാൻ ദൈവം ഇടയാക്കണമേ. അങ്ങയുടെ വരവിനെ നോക്കി പാർക്കുവാൻ ഓരോ മക്കളെ ശക്തീകരിക്കണം. കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.